ഈ ലോകത്ത് എല്ലാവരും സന്തോഷത്തിനു വേണ്ടിയാണ് ഓടുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ എത്ര ദൂരം ഓടിയാലും ആ സന്തോഷം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? കാരണം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കുമിഞ്ഞുകൂടിയ ഭാരങ്ങളാണ്. ഈ ഭാരങ്ങൾ എത്ര കനത്തതാണെന്ന് നമുക്ക് മനസ്സിലാകാറില്ല. ഒരു പഴയ വീടിന്റെ മേൽക്കൂരയിൽ വർഷങ്ങളായി പൊടി കട്ടിയായി അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വീടിന്റെ തന്നെ ഭാരമാകുന്നുവോ, അതുപോലെ നമ്മുടെ മനസ്സിലും ജീവിതത്തിലും പലതരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് 3 പ്രധാനപ്പെട്ട ശുദ്ധീകരണങ്ങളെക്കുറിച്ചാണ്. ഈ 3 ശുദ്ധീകരണങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. അത് നിങ്ങളുടെ മുഴുവൻ ജീവിതവും മാറ്റിമറിക്കും. ഒരു കഥ പറയട്ടെ. ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സന്യാസി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ദിവസം ഒരു യുവാവെത്തി. സ്വാമിജി, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. എനിക്കെല്ലാമുണ്ട്, പക്ഷെ സന്തോഷമില്ല. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ എത്ര ഭാരം ചുമക്കുന്നുണ്ട് എന്ന് നിനക്കറിയാമോ? നിന്റെ മനസ്സിലെ അനാവശ്യ ചിന്തകൾ, നിന്റെ വീടിലെ അനാവശ്യ സാധനങ്ങൾ, നിന്റെ ജീവിതത്തിലെ അനാവശ്യ ബന്ധങ്ങൾ, ഇത് 3 മാറ്റിയാൽ നിനക്ക് പറന്നുയരാൻ കഴിയും. ആ യുവാവ് ആദ്യം മനസ്സിലാക്കിയില്ല. പക്ഷേ സന്യാസിയുടെ വാക്കുകൾ അവന്റെ മനസ്സിൽ വിത്തുപോലെ പതിഞ്ഞു. ആദ്യത്തെ ശുദ്ധീകരണം നമ്മൾ സംസാരിക്കുന്നത് മാനസിക ശുദ്ധീകരണത്തെക്കുറിച്ചാണ്. നിങ്ങളുടെ മനസ്സിനെ നോക്കിയാൽ എന്ത് കാണും? ആയിരക്കണക്കിന് ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ. അതിൽ പലതും നിങ്ങളുടെ ജീവിതത്തിന് യാതൊരു ഗുണവുമില്ല. പഴയ വേദനകൾ, പഴയ കോപങ്ങൾ, പഴയ നിരാശകൾ, അസൂയകൾ, പകയുകൾ. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഒരു മലിനജലക്കുളം പോലെയാണ്. ഈ കുളത്തിൽ നിന്ന് ദിവസവും നിങ്ങൾ വെള്ളം കോരി നിങ്ങളുടെ ജീവിതത്തിൽ പകരുകയാണ്. സ്വാഭാവികമായും ജീവിതം മലിനമാകും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിൽ പലരും വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് സംഭവിച്ച ഒരു സംഭവം ഇന്നും ഓർത്ത് വിഷമിക്കുന്നു. ഒരാൾ 10 വർഷം മുമ്പ് നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് ഇന്നും മനസ്സിൽ വെച്ച് പുലർത്തുന്നു. അതുകൊണ്ടുള്ള കോപം, വേദന, ഇവയെല്ലാം നമ്മുടെ ഇന്നത്തെ സന്തോഷത്തെ കൊല്ലുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അസന്തുലിതാവസ്ഥ. നിങ്ങളിപ്പോൾ ജീവിക്കുന്നില്ല, പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അനുഭവിക്കുകയാണ്. മാനസിക ശുദ്ധീകരണം എന്നാൽ എന്താണ്? അതിനർത്ഥം നിങ്ങളുടെ മനസ്സിനെ ശൂന്യമാക്കുക എന്നല്ല. അർത്ഥം എല്ലാ പഴയ വേദനകളും, കോപങ്ങളും, നിരാശകളും മനസ്സിൽ നിന്നും ബോധപൂർവം പുറത്താക്കുക എന്നാണ്. ഇത് എളുപ്പമല്ല, പക്ഷേ അസാധ്യവുമല്ല. നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യം ചില കാര്യങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ഇനി പക വീട്ടേണ്ടതില്ല. കാരണം ആ പക നിങ്ങളുടെ ഹൃദയത്തിൽ വിഷമൊഴിക്കുകയാണ്. അവർക്കല്ല, നിങ്ങൾക്കാണ് ദോഷം. ഒരു വസ്തുത നോക്കൂ. നിങ്ങളെ അപമാനിച്ച ആ വ്യക്തി ഇപ്പോൾ എവിടെയോ സന്തോഷമായി ജീവിക്കുന്നുണ്ടാകാം. അയാൾക്ക് നിങ്ങളെ ഓർമ്മയുണ്ടാവില്ല പോലും. പക്ഷെ നിങ്ങൾ ഇന്നും ആ സംഭവം ഓർത്ത് വിഷമിക്കുന്നു. ഇത് നീതിയല്ല. നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ശിക്ഷിക്കുകയാണ്. ഈ ചക്രം തകർക്കണം. ക്ഷമിക്കുക. ക്ഷമയെന്നത് അവരുടെ തെറ്റ് അംഗീകരിക്കുക എന്നല്ല. അവർ ചെയ്ത തെറ്റ് നിങ്ങളുടെ ഹൃദയത്തെ കീറിമുറിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നാണ്. മാനസിക ശുദ്ധീകരണത്തിന് ഒരു വളരെ പ്രായോഗികമായ രീതിയുണ്ട്. ഒരു ദിവസം ഒരു സമയം കണ്ടെത്തൂ. ഏകാന്തമായൊരു സ്ഥലത്തിരിക്കൂ. കണ്ണുകളടച്ച് ആഴത്തിൽ ശ്വസിക്കൂ. നിങ്ങളുടെ മനസ്സിൽ എല്ലാ പഴയ വേദനകളും ഒന്നൊന്നായി വരാൻ അനുവദിക്കൂ. ഓരോന്നിനെയും നോക്കൂ. ആ വേദന അനുഭവിക്കൂ. അതിനോട് സംസാരിക്കൂ. പറയൂ, നീ ഇനി എന്നെ വേദനിപ്പിക്കില്ല, ഞാൻ നിന്നെ വിടുന്നു. ഇത് നിങ്ങൾക്ക് ബാലിശമായി തോന്നാം, പക്ഷെ ഇതിൽ അത്ഭുതകരമായ ശക്തിയുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ വേദനകളെ വിട്ടയക്കാൻ തുടങ്ങും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, പഴയ വേദനകൾ മാത്രമല്ല, പഴയ സങ്കടങ്ങളും വിടണം. പലരും തങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് വർഷങ്ങളോളം സങ്കടപ്പെടുന്നു. ആ ജോലി കിട്ടിയില്ല, ആ പ്രണയം സാധിച്ചില്ല, ആ സ്വപ്നം നടന്നില്ല. ഇതെല്ലാം മനസ്സിൽ വച്ചു പുലർത്തുമ്പോൾ നിങ്ങൾ ഇപ്പോഴുള്ള സാധ്യതകളെ നഷ്ടപ്പെടുത്തുകയാണ്. പഴയ വാതിലുകൾ അടയാൻ അനുവദിക്കൂ. കാരണം പുതിയ വാതിലുകൾ തുറക്കാൻ സ്ഥലം വേണം. മാനസിക ശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ നേട്ടം നിങ്ങൾ ഭാവിയിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നു എന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ പകുതി ഊർജം പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ പോകുന്നു. ആ ഊർജം സ്വതന്ത്രമാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ലക്ഷ്യങ്ങളിലേക്ക്, പുതിയ സ്വപ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് ഒരു ശുദ്ധമായ കണ്ണാടി പോലെയാകും. അതിൽ ഇപ്പോഴത്തെ സൗന്ദര്യം പ്രതിഫലിക്കും, പഴയ മാലിന്യങ്ങളല്ല. ഇനി നമുക്ക് നമ്മുടെ ചിന്തകളുടെ മറ്റൊരു തലത്തിലേക്ക് കടക്കാം.
മാനസിക ശുദ്ധീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കള്ളങ്ങളും നെഗറ്റീവ് വർത്തമാനങ്ങളും നിർത്തലാക്കുക എന്നതാണ്. ഇതിനെ നമ്മൾ സെൽഫ് ടോക്ക് എന്ന് വിളിക്കും. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊരു ശബ്ദമുണ്ട്. ആ ശബ്ദം എന്താണ് നിങ്ങളോട് നിരന്തരം പറയുന്നത്? നിനക്കതിന് കഴിയില്ല, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, എല്ലാവരും നിന്നേക്കാൾ മിടുക്കരാണ് എന്നിങ്ങനെയാണോ? എങ്കിൽ ഓർക്കുക, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ശബ്ദത്തെ ശുദ്ധീകരിക്കാതെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ഒരു ചെടിക്ക് വെള്ളത്തിന് പകരം ആസിഡ് ഒഴിച്ചാൽ അതെങ്ങനെ വളരും? അതുപോലെയാണ് സ്വയം വിമർശനം. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ അത് കാർന്നു തിന്നുന്നു. മാനസിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഈ ശബ്ദത്തെ മാറ്റണം. എനിക്ക് കഴിയും, ഞാൻ ശ്രമിക്കും, എന്റെ ഇന്നലകളല്ല എന്റെ നാളെ എന്ന് സ്വയം പറഞ്ഞു തുടങ്ങൂ. മനസ്സൊരു പൂന്തോട്ടമാണ്. അവിടെ കളകൾ വളരാൻ അനുവദിക്കരുത്. നല്ല ചിന്തകളുടെ വിത്തുകൾ മാത്രം പാകുക. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് കാണാൻ കഴിയാത്ത എന്നാൽ അനുഭവിക്കാൻ കഴിയുന്ന മനസ്സിനെക്കുറിച്ചാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ശുദ്ധീകരണത്തിലേക്ക് കടക്കുകയാണ്. ഇത് വളരെ പ്രകടമായ, നമുക്ക് തൊട്ടുനോവുന്ന ഒന്നാണ്. രണ്ടാമത്തെ ശുദ്ധീകരണം നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ ശുദ്ധീകരണം. ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ വീടും മുറിയും പരിസരവും വൃത്തിയാക്കുക. പക്ഷെ തെറ്റിദ്ധരിക്കരുത്, ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ അടിച്ചുവാരി വൃത്തിയാക്കലിനെക്കുറിച്ചല്ല. ഞാൻ പറയുന്നത് ഡീക്ലട്ടറിംഗ് അഥവാ അനാവശ്യ സാധനങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ മുറിയിലേക്കൊന്ന് കണ്ണോടിക്കൂ. അവിടെ എത്ര സാധനങ്ങളുണ്ട്? അതിലെത്രയെണ്ണം നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ഉപയോഗിക്കുന്നുണ്ട്? സത്യസന്ധമായി ചിന്തിച്ചാൽ നമ്മുടെ വീടുകളിൽ പകുതിയിലധികം സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പൊട്ടിയ കസേരകൾ, ഉപയോഗിക്കാത്ത പഴയ തുണികൾ, കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ, പഴയ പത്രങ്ങൾ, എപ്പോഴോ വാങ്ങിയതും ഒരിക്കലും ഉപയോഗിക്കാത്തതുമായ പാത്രങ്ങൾ, ഇവയെല്ലാം അവിടെ എന്തിനാണ് ഇരിക്കുന്നത്? നമ്മൾ പലപ്പോഴും കരുതും, ഇതവിടെ ഇരുന്നോട്ടെ, ആർക്കും ശല്യമില്ലല്ലോ എന്ന്. എന്നാൽ അത് തെറ്റാണ്. ഈ സാധനങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഊർജത്തെ വലിച്ചെടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഒഴുക്കുള്ള ഒരു പുഴയെ സങ്കല്പിക്കുക. ആ പുഴയിലേക്ക് നമ്മൾ കുറേ മരത്തടികളും കല്ലുകളും മാലിന്യങ്ങളും ഇട്ടാൽ എന്ത് സംഭവിക്കും? പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടും. വെള്ളം കെട്ടിക്കിടന്ന് ദുഷിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുവും നമ്മുടെ മനസ്സിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നുണ്ട്. കുത്തിനിറച്ച അലമാരകളും നടക്കാൻ പോലും സ്ഥലമില്ലാത്ത മുറികളും നിങ്ങളുടെ മനസ്സിനെ ശ്വാസം മുട്ടിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൃത്തിഹീനമായ സാധനങ്ങൾ വാരി വലിച്ചിട്ട് ഒരു മുറിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു മടിയും അലസതയും തോന്നും. എന്നാൽ കൃത്യമായി അടുക്കിവെച്ച, കാറ്റും വെളിച്ചവും കടക്കുന്ന, അനാവശ്യ സാധനങ്ങളില്ലാത്ത ഒരു മുറിയിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ഉന്മേഷം ലഭിക്കും. ഇത് മാജിക്കല്ല, ഇതാണ് പ്രകൃതി നിയമം. പുറം ലോകം എങ്ങനെയാണോ അത് അകം ലോകത്തെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രയധികം സാധനങ്ങൾ വാരിക്കൂട്ടുന്നത്? ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഭാവിയെക്കുറിച്ചുള്ള ഭയം. എന്നെങ്കിലും ഇത് ആവശ്യമായി വന്നാലോ എന്ന ചിന്ത. 2, ഗൃഹാതുരത്വം അഥവാ പഴയ കാലത്തോടുള്ള അമിതമായ ഒട്ടൽ. ഇതെന്റെ അമ്മ തന്നതാണ്, ഇതെന്റെ ആദ്യത്തെ ശമ്പളത്തിന് വാങ്ങിയതാണ് എന്നിങ്ങനെ പറഞ്ഞു ഉപയോഗശൂന്യമായ സാധനങ്ങൾ പോലും നമ്മൾ സൂക്ഷിക്കുന്നു. ഓർമ്മകൾ സൂക്ഷിക്കേണ്ടത് മനസ്സിലാണ്, സാധനങ്ങളിലല്ല. ആ വസ്തു നശിച്ചുപോയാലും ആ ഓർമ്മ നിങ്ങളിൽ മായാതെ നിൽക്കും. ഈ രണ്ടാമത്തെ ശുദ്ധീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങളുടെ വീട്ടിലെ ഓരോ മുറിയിലേക്കും കയറുക. ഓരോ സാധനവും കയ്യിലെടുത്ത് സ്വയം ചോദിക്കുക, ഇതെനിക്ക് സന്തോഷം തരുന്നുണ്ടോ? ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ അത് ഒഴിവാക്കുക. കേടായ സാധനങ്ങൾ നന്നാക്കാൻ കഴിയുമെങ്കിൽ നന്നാക്കുക, ഇല്ലെങ്കിൽ കളയുക. ഉപയോഗിക്കാത്ത നല്ല സാധനങ്ങൾ അർഹതപ്പെട്ട മറ്റാർക്കെങ്കിലും കൊടുക്കുക. അവർക്കത് ഉപകരിക്കട്ടെ. നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു കോട്ട് നിങ്ങളുടെ അലമാരയിലിരുന്ന് ചിതലരിക്കുന്നതിനേക്കാൾ നല്ലത് തണുപ്പത്ത് വിറയ്ക്കുന്ന ഒരാൾക്കത് കിട്ടുന്നതല്ലേ? ഈ പ്രക്രിയയിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് വസ്ത്രങ്ങളുടെ കാര്യത്തിലാണ്. നമ്മൾ പലപ്പോഴും വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടും. ചിലത് വണ്ണം കുറയുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റിവെക്കും, ചിലത് വണ്ണം കൂടുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റിവെക്കും, ചിലത് പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഇടാൻ വേണ്ടി മാറ്റിവെക്കും. ഒടുവിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വസ്ത്രങ്ങൾ ഒന്നും ഇടാൻ പറ്റാത്ത അവസ്ഥയാകും. എന്നെങ്കിലും എന്നൊരു ദിവസമില്ല, ഇന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തേക്ക് ആവശ്യമില്ലാത്തത് നാളത്തെ നിങ്ങളുടെ ഭാരമാണ്. ആ ഭാരത്തെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫിസിക്കൽ സ്പേസ് അഥവാ ഭൗതിക ഇടം ശുദ്ധീകരിക്കുമ്പോൾ അത്ഭുതകരമായൊരു മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം ലഭിക്കും. മാത്രമല്ല, നിങ്ങൾക്ക് മാനസികമായി വല്ലാത്തൊരാശ്വാസം തോന്നും. ഭാരമിറക്കി വെച്ച ഒരു യാത്രികനെ പോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ചിന്തകൾക്ക് വ്യക്തത വരും.
ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. പഴയ ഊർജം പോയി പുതിയ പോസിറ്റീവ് ഊർജം ആ വീട്ടിൽ നിറയും. ജപ്പാനിലൊക്കെ പ്രചാരത്തിലുള്ള മിനിമലിസം എന്ന ആശയവും ഇതാണ് പറയുന്നത്. കുറഞ്ഞ സാധനങ്ങൾ, കൂടുതൽ സമാധാനം. നിങ്ങളുടെ പേഴ്സ് മുതൽ നിങ്ങളുടെ കാർ വരെ, നിങ്ങളുടെ അടുക്കള മുതൽ നിങ്ങളുടെ ഓഫീസ് മേശ വരെ ഈ ശുദ്ധീകരണം നടക്കണം. പഴയ ബില്ലുകൾ, കാലാവധി കഴിഞ്ഞ മരുന്നുകൾ, എഴുതാത്ത പേനകൾ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ തടസ്സങ്ങളാണ്. ഇവയെ നീക്കം ചെയ്യുമ്പോൾ ജീവിതം ഹൈവേയിലെ യാത്ര പോലെ സ്മൂത്താകും. ഓർക്കുക, നിങ്ങൾ എന്ത് സ്വന്തമാക്കുന്നുവോ അത് നിങ്ങളെയും സ്വന്തമാക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ വീട് വാങ്ങിയാൽ ആ വീടിനെ പരിപാലിക്കാൻ നിങ്ങളുടെ സമയവും ഊർജവും കൊടുക്കണം. നിങ്ങളൊരു കാറ് വാങ്ങിയാൽ അതിനും വേണം ശ്രദ്ധ. അപ്പോൾ ആവശ്യമില്ലാത്ത 1000 സാധനങ്ങൾ നിങ്ങൾ വാരിക്കൂട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും അവയെ സംരക്ഷിക്കാനും പരിപാലിക്കാനും വേണ്ടിവരും. നിങ്ങൾക്ക് ജീവിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് അത്യാവശ്യമുള്ളത് മാത്രം നിലനിർത്തുക. ബാക്കിയുള്ളതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതൊരു ത്യാഗമല്ല, ഇതൊരു വിവേകമാണ്. ഇനി ഭൗതികമായ ശുദ്ധീകരണത്തിൽ മറ്റൊരു പ്രധാന വശമുണ്ട്. അത് ഡിജിറ്റൽ ലോകത്താണ്. ഇക്കാലത്ത് നമ്മുടെ മുറി എന്നതിനേക്കാൾ കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലുമാണ്. അവിടെയും വേണ്ടേ ഒരു ശുദ്ധീകരണം. നിങ്ങളുടെ ഫോൺ ഗാലറി നോക്കൂ. ആയിരക്കണക്കിന് ഫോട്ടോകൾ, സ്ക്രീൻഷോട്ടുകൾ, ഫോർവേഡ് മെസ്സേജുകൾ, ആവശ്യമില്ലാത്ത 100 കണക്കിന് ആപ്പുകൾ. ഇതെല്ലാം നിങ്ങളുടെ ഫോണിന്റെ മെമ്മറി മാത്രമല്ല കളയുന്നത്, നിങ്ങളുടെ മനസ്സിന്റെ ഏകാഗ്രത കൂടിയാണ്. ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും ഈ അനാവശ്യ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ചിതറിക്കുന്നു. അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട ഇമെയിലുകൾ, ലീവ് ചെയ്യേണ്ട വാട്സാപ്പ് ഗ്രൂപ്പുകൾ, അൺഫോളോ ചെയ്യേണ്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ഇതെല്ലാം ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ്. നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസ് വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു. അനാവശ്യമായ നോട്ടിഫിക്കേഷനുകൾ ഇല്ലാതാകുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നു. ഇതും നിങ്ങളുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ആധുനിക കാലത്ത് വീട് വൃത്തിയാക്കുന്നത് പോലെ പ്രധാനമാണ് ഫോൺ വൃത്തിയാക്കുന്നതും. അല്ലാത്തപക്ഷം വിവരങ്ങളുടെ അതിപ്രസരത്തിൽ നമ്മൾ മുങ്ങിപ്പോകും. തലച്ചോറിന് വിശ്രമം ലഭിക്കില്ല. ശരിക്കും ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു യാത്ര പോകാൻ തയ്യാറെടുക്കുന്നു. നിങ്ങളുടെ ബാഗിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമെടുത്താൽ നിങ്ങൾക്ക് ആ യാത്ര ആസ്വദിക്കാം. ബാഗ് ഭാരം കുറവായിരിക്കും. നിങ്ങൾക്ക് വേഗത്തിൽ നടക്കാം, കാഴ്ചകൾ കാണാം. എന്നാൽ വഴിയിൽ കാണുന്ന കല്ലും മണ്ണും പഴയ സാധനങ്ങളുമെല്ലാം ആ ബാഗിൽ കുത്തി നിറച്ചാലോ ആ യാത്ര ഒരു നരകമായി മാറും. ഭാരം താങ്ങാനാവാതെ നിങ്ങൾ തളർന്നു വീഴും. ജീവിതവും ഒരു യാത്രയാണ്. ജനനം മുതൽ മരണം വരെയുള്ള യാത്ര. ഈ യാത്രയിൽ സന്തോഷം വേണമെങ്കിൽ ബാഗിന്റെ ഭാരം കുറച്ചേ തീരൂ. ഈ ഭൗതിക ശുദ്ധീകരണം ഒരിക്കൽ ചെയ്താൽ പോരാ, ഇടയ്ക്കിടെ ചെയ്യണം. പക്ഷേ ഒരിക്കലെങ്കിലും ഒരു മാസീവ് ക്ലീനിംഗ് അല്ലെങ്കിൽ ഒരു മഹാശുദ്ധീകരണം നടത്തിയാൽ പിന്നെ അത് നിലനിർത്താൻ എളുപ്പമാണ്. ഈ ശുദ്ധീകരണം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിന് ജീവൻ വയ്ക്കും. അവിടെ വായുസഞ്ചാരം കൂടും, വെളിച്ചം വരും. ആ വീട്ടിൽ താമസിക്കുന്നവരുടെ മനസ്സും പ്രസന്നമാകും. വഴക്കുകൾ കുറയും. കാരണം തിങ്ങി നിറഞ്ഞ ഇടങ്ങളിൽ നെഗറ്റീവ് ഊർജം തളം കെട്ടി നിൽക്കും. അത് അവിടെ താമസിക്കുന്നവരുടെ പെരുമാറ്റത്തെ ബാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ, അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ ഒരു ദിവസം ഇതിനായി മാറ്റിവെക്കുക. ചാക്കുകൾ കെട്ടിക്കിടക്കുന്ന നിങ്ങളുടെ സ്റ്റോർ റൂം മുതൽ പൊടി പിടിച്ച ജനലുകൾ വരെ വൃത്തിയാക്കുക. പൊട്ടിയതും പഴയതുമായ സാധനങ്ങൾ ദയവില്ലാതെ പുറന്തള്ളുക. ആ ഒഴിഞ്ഞ സ്ഥലത്തു പോയി നിന്നൊന്ന് ശ്വാസം വിട്ടുനോക്കൂ. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ നമ്മൾ 2 വലിയ ശുദ്ധീകരണങ്ങൾ പിന്നിട്ടു. 1, മനസ്സിന്റെ ഉള്ളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തു. 2, പുറമേ കാണുന്ന ഭൗതിക സാഹചര്യങ്ങളിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്തു. ഇനി നമ്മൾ 3ാമത്തെ ഏറ്റവും നിർണായകമായ, പക്ഷേ ഏറ്റവും വേദനാജനകമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് കടക്കുകയാണ്. 3ാമത്തെ ശുദ്ധീകരണമാണ് ആ സന്യാസി ആ യുവാവിനോട് പറഞ്ഞതിൽ ഏറ്റവും വേദനാജനകമായിരുന്നത്. മകനെ, നിന്റെ മനസ്സും നിന്റെ വീട്ടും വൃത്തിയാക്കിയത് മതിയെന്നില്ല, അദ്ദേഹം പറഞ്ഞു. നിന്റെ ജീവിതത്തിലെ മനുഷ്യബന്ധങ്ങളും ഒരു ദിവസം നീ ശുദ്ധീകരിക്കണം. അത് ചെയ്താലേ നീ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കൂ. യുവാവ് അമ്പരന്നു. ബന്ധങ്ങളെ ശുദ്ധീകരിക്കണോ? അതെന്താണ് അർത്ഥം എന്നവൻ ചോദിച്ചു. സന്യാസി ശാന്തമായി മറുപടി പറഞ്ഞു. നിന്റെ ജീവിതപാതയിലൂടെ എല്ലാരും ഒടുവോളം നിന്നൊപ്പം ഉണ്ടാവില്ല. ചിലർ ഒരു സ്റ്റേഷനിൽ ഇറങ്ങേണ്ട യാത്രക്കാരാണ്. നീ അവരെ പിടിച്ചു കെട്ടിവെച്ചാൽ നിനക്കും മുന്നോട്ടു പോകാൻ കഴിയില്ല. ജീവിതത്തിലെ 3ാമത്തെ ശുദ്ധീകരണം, ബന്ധങ്ങളുടെ ശുദ്ധീകരണം. കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു വേദന തട്ടിപ്പോയിരിക്കാം. കാരണം നമുക്ക് പഠിപ്പിച്ചതെന്തായിരുന്നു?
എല്ലാവരെയും നിലനിർത്തണം, ബന്ധം വിച്ഛേദിക്കുന്നത് പാപം, ഇത്ര നാളത്തെ പരിചയം എങ്ങനെ അവസാനിപ്പിക്കും എന്നൊക്കെയാണ്. പക്ഷെ യാഥാർത്ഥ്യം വേറെയാണ്. ഒരു തോട്ടക്കാരനെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു മരത്തെ വളർത്തുമ്പോൾ അവൻ ഇടയ്ക്കിടെ അതിന്റെ ശാഖകൾ വെട്ടിക്കളയും. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരോഗ്യമായ ശാഖകളും കുറേപ്പോഴെങ്കിലും കത്തി ആഞ്ഞു വീണതായി നിങ്ങളെ തോന്നാം. പക്ഷെ അവന്റെ മനസ്സിൽ ദോഷമില്ല. മരത്തെ കൂടുതൽ ഭംഗിയായി ശക്തമായി വളരാൻ സഹായിക്കാനാണ് അവനത് ചെയ്യുന്നത്. ജീവിത ബന്ധങ്ങളും ഇങ്ങനെയായിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ചില ആളുകൾ നമ്മെ ഉയർത്തും, ചിലർ നമ്മെ താഴേക്ക് വലിക്കും. ചിലരുടെ കൂടെ ഇരുന്നാൽ നമ്മൾ പ്രചോദിതരായിരിക്കും, ചിലരുടെ കൂടെ ഇരുന്നാൽ മനസ്സ് കരിയും. ചിലർ നമ്മളെ നമ്മുടെ നല്ല പതിപ്പായി മാറ്റാൻ സഹായിക്കും, മറ്റു ചിലർ നമ്മളിലെ ഏറ്റവും മോശം വശങ്ങൾ പുറത്തെടുക്കും. ജീവിതത്തിൽ ഒരിക്കൽ വളരെ സത്യസന്ധമായി ഈ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. എന്റെ സമയം, എന്റെ മനസ്സിന് ഏറ്റവും അടുത്ത സ്ഥാനം ഞാൻ ആരെല്ലാം കൊടുക്കുന്നു? അവർ അതിനർഹരാണോ? ഇതാർക്കും എളുപ്പമല്ല. കാരണം ബന്ധങ്ങൾ എല്ലായ്പ്പോഴും വയറുകൊണ്ട് മാത്രം ബന്ധപ്പെടുന്നില്ല. ഓർമ്മകളോടെ, കടപ്പാടുകളോടെ, കരുതലോടെ, ചിലപ്പോൾ കുറ്റബോധത്തോടെ. നമ്മുടെ ബാല്യകാല സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹപ്രവർത്തകർ, അയൽക്കാർ, കൂട്ടുകാരൻ, കൂട്ടുകാരി, സോഷ്യൽ മീഡിയയിലെ ഫ്രണ്ട്സ്, ഇവരെല്ലാം നമ്മുടെ ജീവിത വലയത്തിന്റെ ഭാഗമാണ്. പക്ഷേ നമുക്ക് സാഹസമായി ചോദിക്കാൻ തയ്യാറാണോ, ഇവരിൽ ആരാണ് എന്റെ ആത്മാവിനോട് നീതി പുലർത്തുന്നത്? ഒരു ചെറിയ കഥ പറയാം. രാഹുൽ എന്നൊരു യുവാവ്. കോളേജ് കാലം മുതൽ തന്നെ ഉള്ളൊരു ഫ്രണ്ട് സർക്കിൾ അവനുണ്ട്. ആ കൂട്ടത്തിൽ മസ്തി, ചിരി, രാത്രി മുഴുവൻ ചർച്ച എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ പതുക്കെ രാഹുലിന് മനസ്സിലായി, ഈ കൂട്ടത്തിലിരുന്നാൽ ആശയദാരിദ്ര്യം മാത്രമാണ് കൈവരുന്നത്. ഇവരുടെ ആവശ്യം എല്ലായ്പ്പോഴും എന്റർടൈൻമെന്റാണ്. ഗോസിപ്പ്, മറ്റുള്ളവരെ കുറ്റം പറയൽ, മദ്യപാനം, പണം കളയൽ. രാഹുലിനുള്ളിൽ എങ്ങോ ഒരു ശബ്ദം തുടങ്ങി. ഞാൻ ഇതിലും അധികം ജീവിക്കാൻ പാടില്ലേ? എനിക്ക് സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ഒരിക്കൽ ആ സർക്കിളിൽ നിന്ന് അകലാൻ അവൻ ശ്രമിച്ചപ്പോ അവർ പറഞ്ഞു, നീ മാറിപ്പോയി മച്ചാനെ, ഇന്നലത്തെ ചിത്രം ഇന്ന് വെറുതെയാക്കിയോ എന്നിങ്ങനെ. കുറ്റബോധം അവനെ പിടിച്ചു. ഇത്ര നാളത്തെ കൂട്ടുകെട്ട് ഇങ്ങനെ ഉപേക്ഷിക്കാമോ എന്നവൻ സ്വയം ചോദിച്ചു. ഒരു രാത്രിയിൽ അവൻ അതേ സന്യാസിയുടെ ഒരു വീഡിയോ കണ്ടു. അതിൽ പറഞ്ഞതിങ്ങനെയാണ്: നിന്റെ ഭാവിയെ സ്നേഹിക്കാൻ നിനക്കാവണമെങ്കിൽ ചിലപ്പോൾ നിന്നെ അധ്യാപിച്ചതായി തോന്നുന്ന നാളുകളെയും വിടാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അടുത്ത ദിവസം രാഹുൽ ഒരു തീരുമാനമെടുത്തു. അവൻ ആ ഫ്രണ്ട് സർക്കിളോട് തുറന്നു പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. നിങ്ങൾക്കൊപ്പം ചിലവഴിച്ച സമയം ഞാൻ മറന്നതുമില്ല. പക്ഷെ ഇനി ഞാൻ വേറൊരു വഴിക്കാണ് പോകുന്നതെങ്കിൽ എന്നെ കുറ്റബോധത്തിൽ നിന്ന് വിട്ടയക്കൂ. ചിലർ പരിഹസിച്ചു, ചിലർ കോപിച്ചു, പക്ഷെ അവൻ മാറി. കുറേ മാസങ്ങൾക്ക് ശേഷം അവൻ തിരിച്ചറിഞ്ഞു, ആ തീരുമാനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണം. സമയമൊഴിഞ്ഞപ്പോൾ അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചു, പുതിയ സ്കിൽസ് പഠിച്ചു, ആരോഗ്യത്തെക്കുറിച്ച് ശ്രദ്ധിച്ചു, പുതിയ നല്ല ആളുകളെ കണ്ടുമുട്ടി. അവന്റെ യാത്ര ക്രമേണ ഉയരങ്ങളിലേക്ക് തിരിഞ്ഞു. ഈ ബന്ധശുദ്ധീകരണം എന്നാൽ എന്താണ്? ആളുകളെ വെറുക്കുക, എനിക്ക് ആരെയും വേണ്ടാന്ന് പറഞ്ഞ് ഒറ്റയ്ക്കാവുക അല്ല. അതല്ല. അതിന് 3 തലങ്ങളുണ്ട്. ഒന്നാം തലം, തുറന്നു പറയാൻ നമുക്ക് ധൈര്യമില്ലാത്ത വിഷമകരമായ ബന്ധങ്ങൾ. ഒരാൾ നിരന്തരം നിങ്ങളെ അവഹേളിക്കുന്നു, നിങ്ങളുടെ സ്വപ്നങ്ങളെ ചിരിയാക്കുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം ഒട്ടും വളരാൻ അനുവദിക്കുന്നില്ല, എല്ലായ്പ്പോഴും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്നു. നിങ്ങൾക്കെന്തെങ്കിലും നല്ല കാര്യം സംഭവിച്ചാൽ പോലും അദ്ദേഹം അല്ലെങ്കിൽ അവൾ അതിന്റെ എളുപ്പം കളയാൻ ശ്രമിക്കും. ഇവരാണ് നിങ്ങളുടെ ഊർജ വാമ്പയേഴ്സ്. ഇവരിൽ നിന്ന് ദൂരം പാലിക്കുന്നത് പാപമല്ല, അത് ആത്മരക്ഷയാണ്. ഒരു ചോർന്ന ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ നോക്കിയാലോ, നിങ്ങളെപ്പോലെ തന്നെ. രണ്ടാം തലം, ഒന്നും പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഉൾക്കാഴ്ചയിലൂടെ മനസ്സിലാവുന്ന ബന്ധങ്ങൾ. ചിലർ നിങ്ങളെ വളരാൻ സഹായിക്കും, നിങ്ങളെ കേൾക്കും, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, നിങ്ങളുടെ വിജയത്തിൽ സത്യസന്ധമായി സന്തോഷിക്കും. ഇവരുടെ സാന്നിധ്യം നിങ്ങളെ പൂർണ്ണമാക്കും. ഇവരാണ് നിങ്ങളെ ഹോം പോലെ അനുഭവിപ്പിക്കുന്നവർ. ഇത്തരമാരെ ജീവിതത്തിൽ പിടിച്ചു നിർത്തുക ഒരു അനുഗ്രഹമാണ്. ഇവരോടുള്ള ബന്ധം കൂടുതൽ ആഴമേറിയതാക്കുന്ന, കൂടുതൽ സമയം ചിലവഴിക്കുക. മൂന്നാം തലം, ആരായാലും ഒരാളും പൂർണ്ണമായി നല്ലവനോ പൂർണ്ണമായി ചീത്തയോ അല്ല. പല ബന്ധങ്ങളും മധ്യത്തിൽ എങ്ങോ കിടക്കുന്നവയാണ്. അവിടെ നമ്മൾ ബൗണ്ടറി പഠിക്കണം. ഇവിടെ വരെ ഞാൻ നിന്നോട് അനുവദിക്കും, അതിനു പിറകെ എന്റെ ആത്മാഭിമാനം, എന്റെ സമയം, എന്റെ മൂല്യങ്ങൾ എന്ന സൂക്ഷ്മമായ അതിർത്തി. പലർക്കും പ്രശ്നം നോ എന്ന് പറയാൻ കഴിയാത്തതിലാണ്. എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താനുള്ള ആഗ്രഹം ഒടുവിൽ നമ്മളെ തന്നെ തകർക്കും. ഈ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് നോ എന്നൊരു വാക്ക് അഭ്യാസം ചെയ്യുന്നത്. സാധ്യമായിടത്തോളം ഈ ശുദ്ധീകരണം കഠിനമായ തർക്കങ്ങളോടെയോ കുറ്റപ്പെടുത്തലുകളോടെയോ ചെയ്യേണ്ടതില്ല. ശാന്തമായി, മൃദുവായി, പക്ഷേ ഉറച്ച നിലപാടോടെ. ചില ബന്ധങ്ങളിൽ നിങ്ങൾ ഫിസിക്കലായി അകലം പാലിക്കണം, ചിലതിൽ ഇമോഷണൽ അകലം മതിയാവും.
ചിലർക്ക് ഇവനെ അധികം കേട്ടാൽ എന്റെ മനസ്സ് കുറ്റബോധത്തിൽ മുങ്ങുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആ ആളിനോട് നിങ്ങളുടെ മനസ്സിന്റെ വാതിൽ കുറച്ചടയ്ക്കുക. അവനോട് പുച്ഛമൊന്നുമില്ലാത്തതേയുള്ളൂ, പക്ഷേ നിങ്ങളുടെ അകത്തെ സമാധാനം കരുതിയാണത് ചെയ്യുന്നതെന്ന് സ്വയം ഓർമ്മിപ്പിക്കണം. ഇവിടെ ഒരു വേദനാജനകമായ സത്യം കൂടിയുണ്ട്. ചിലപ്പോ ഈ ശുദ്ധീകരണം നമ്മുടെ വളരെ അടുത്ത ബന്ധങ്ങളിലേക്കും സ്പർശിക്കും. ചിലരുടെ മാതാപിതാക്കൾ, ചിലരുടെ സഹോദരങ്ങൾ, ചിലരുടെ ജീവിത പങ്കാളി. ഇവരുമായി കുറച്ച് ഹെൽത്തി ഡിസ്റ്റൻസ് സൃഷ്ടിക്കാതെ അവരുടേതായ വിഷമങ്ങൾ നമ്മളിലേക്ക് പകരും. അതിനർത്ഥം ബന്ധം വിച്ഛേദിക്കണമെന്നല്ല, എന്നാൽ അവരുടെ വാക്കുകൾ മുഴുവൻ നിങ്ങളുടെ യാഥാർത്ഥ്യമായി ഏറ്റെടുക്കണമെന്നതുമല്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ ഞാൻ എന്റെ വഴിയിൽ നടക്കും എന്ന ധാർമ്മിക ധൈര്യം വളർത്തണം. ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളെയും ഒരു വലിയ വേദി പോലെ കാണാം. ചിലർ ആദ്യം സീനിലുണ്ടാകും, പിന്നീട് ഇറങ്ങിപ്പോകും. മറ്റു ചിലർ അവസാന സീൻ വരെ കൂടെയുണ്ടാകും. പക്ഷെ ദയവായി അവിടെ ഒരു നോമ്പുകാരനുമുണ്ടായേക്കാം. നിങ്ങളുടെ വേദിയിലേക്ക് കയറാൻ യോഗ്യതയില്ലാത്തവർ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിത നാടകത്തിന്റെ സംവിധായകൻ. ആര് ഏത് റോളിൽ എത്ര സമയം വേണമെന്നത് നിങ്ങൾ തീരുമാനിക്കണം. ഇതിൽ സംശയം വന്നാൽ മനസ്സിൽ ഒരു ലളിതമായ ചോദ്യം ചോദിക്കൂ. ഈ വ്യക്തിയോടൊപ്പം 1 മണിക്കൂർ ചിലവഴിച്ചിട്ട് ഞാൻ എൻ്റെ ആത്മവില ഓരോ ദശലക്ഷം ഉയർന്നതായി തോന്നുന്നുണ്ടോ, കുറഞ്ഞുപോയതായി തോന്നുന്നുണ്ടോ? ഉയർന്നതായി തോന്നിയാൽ ആ ബന്ധം വളർത്തുക. കുറഞ്ഞതായി തോന്നിയാൽ ആ ബന്ധത്തിന് പരിധി വരയ്ക്കുക. ഈ ബന്ധശുദ്ധീകരണത്തിന്റെ ഏറ്റവും വലിയ ഫലം എന്താണെന്ന് നിങ്ങൾ അറിയാമോ? ഒരുപക്ഷെ ആദ്യ ദിവസം, ആദ്യ ആഴ്ച, ഒന്നാമത്തെ മാസങ്ങളൊക്കെ നിങ്ങളെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയേക്കാം. പഴയ പരിചിത മുഖങ്ങളില്ല, പഴയ ചിരികളില്ല, പഴയ ടൈം പാസ് ഇല്ല. പക്ഷെ ആ ശൂന്യത നാളിതുവരെയും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരവസരം തുറന്നു തരുന്നു. നിങ്ങളെ തന്നെ കണ്ടുമുട്ടാനുള്ള അവസരം. സമയം ലഭിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. വായിക്കുക, എഴുതുക, നടക്കുക, പുതിയതെന്നും പഠിക്കുക, ദൈവത്തോട് സംസാരിക്കുക, നിങ്ങളോട് തന്നെ സംസാരിക്കുക. പതുക്കെ ആ ശൂന്യതയിൽ നിന്നൊരു പുതിയ സംഗീതമുയരും. ആ സംഗീതത്തിനനുസരിച്ച് പുതിയ ആരോഗ്യകരമായ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. മൈൻഡ്, സ്പേസ്, റിലേഷൻഷിപ്പ്, ഈ 3 സ്ഥലങ്ങളും ശുദ്ധമായപ്പോൾ ജീവിതം പുതിയൊരു ഗതി കൈവരിക്കും. ഇവിടെ വരെ നമുക്ക് 3 ശുദ്ധീകരണങ്ങളും ആഴത്തിൽ കണ്ടു: മാനസികം, ഭൗതികം, ബന്ധങ്ങൾ. ഇനി അടുത്ത ഭാഗത്തിൽ ഈ 3 ശുദ്ധീകരണങ്ങളും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആഴത്തിൽ ചെയ്താൽ ഉണ്ടാവുന്ന യഥാർത്ഥ മാറ്റം, അതിനെ എങ്ങനെ നിത്യജീവിതത്തിൽ നിലനിർത്താം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. നമ്മൾ 3 വലിയ ശുദ്ധീകരണങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. മനസ്സിന്റെ ഭാരങ്ങൾ ഇറക്കിവെച്ചു, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് അനാവശ്യമായവയെ ഒഴിവാക്കി, ഒടുവിൽ നമ്മുടെ ഊർജം ചോർത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിച്ചു. ഈ 3 പ്രവൃത്തികളും ചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ അവിശ്വസനീയമായ മാറ്റത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇതൊരു വെറും പ്രചോദനമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ 3 ശുദ്ധീകരണങ്ങളും ഒരുമിച്ച് നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ മാറുകയാണ്. പഴയ, വേഗത കുറഞ്ഞ, വൈറസുകൾ നിറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ മാറ്റി പുതിയ, വേഗതയേറിയ, സുരക്ഷിതമായ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുപോലെയാണിത്. ആദ്യം സംഭവിക്കുന്ന മാറ്റം നിങ്ങളുടെ ഊർജ്ജനിലയിലായിരിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ മാനസികവും ശാരീരികവുമായ ഊർജത്തിന്റെ സിംഹഭാഗവും എവിടേക്കാണ് പോകുന്നത്? പഴയ കാര്യങ്ങൾ ഓർത്തുള്ള വിഷമത്തിലേക്ക്, ചുറ്റുമുള്ള അലങ്കോലങ്ങൾ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദത്തിലേക്ക്, വിഷലിപ്തമായ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രയാസത്തിലേക്ക്. ഈ 3 പൈപ്പുകളിലൂടെ നിങ്ങളുടെ ജീവോർജം ചോർന്നു പോവുകയായിരുന്നു. എന്നാൽ ഈ ശുദ്ധീകരണങ്ങൾ നടത്തുന്നതോടെ ആ പൈപ്പുകൾ അടഞ്ഞു. ഇപ്പോൾ ആ ഊർജം മുഴുവൻ നിങ്ങളിൽ തന്നെ തങ്ങി നിൽക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം തോന്നും. ദിവസം മുഴുവൻ ക്ഷീണം കുറയും. കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രത്യേക താൽപ്പര്യം തോന്നും. ഇത് വെറും തോന്നലല്ല, നിങ്ങളുടെ ശരീരം തന്നെ നിങ്ങൾക്ക് നൽകുന്ന സിഗ്നലാണ്. രണ്ടാമത്തെ മാറ്റം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിൽ സംഭവിക്കും. വ്യക്തത എന്നതാണ് ഇവിടത്തെ പ്രധാന വാക്ക്. മനസ്സ് നിറയെ പഴയ ചിന്തകളും, മുറി നിറയെ ആവശ്യമില്ലാത്ത സാധനങ്ങളും, ചുറ്റും നെഗറ്റീവ് ആളുകളുമായിരിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു വ്യക്തതയും ഉണ്ടാവില്ല. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു മൂടൽ മഞ്ഞിൽ വണ്ടി ഓടിക്കുന്നത് പോലെയായിരിക്കും ജീവിതം. എന്നാൽ ഈ ശുദ്ധീകരണങ്ങൾ കഴിയുമ്പോൾ ആ മൂടൽ മഞ്ഞ് മാറും. നിങ്ങളുടെ മനസ്സും പരിസരവും തെളിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ സാധിക്കും.
ഏതു വഴിക്ക് പോകണം, എന്ത് തീരുമാനമെടുക്കണം എന്നതിലൊക്കെ നിങ്ങൾക്ക് ഒരു സംശയവും ഉണ്ടാവില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ശബ്ദം നിങ്ങളെ നയിക്കും. അതിനെയാണ് നമ്മൾ ഇൻറ്റ്യൂഷൻ അഥവാ ഉൾക്കാഴ്ച എന്ന് പറയുന്നത്. ശുദ്ധമായ ഒരു മനസ്സിലേക്ക് ഉൾക്കാഴ്ചയുടെ ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയൂ. മൂന്നാമത്തെ മാറ്റം നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിക്കും. നിങ്ങൾ പഴയ വിഷലിപ്തമായ ബന്ധങ്ങൾ ഒഴിവാക്കിയപ്പോൾ അവിടെ ഒരു ശൂന്യത രൂപപ്പെട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രകൃതിക്ക് ശൂന്യത ഇഷ്ടമല്ല. ആ ശൂന്യത നികത്താൻ പുതിയ ആരോഗ്യകരമായ ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. നിങ്ങളുടെ അതേ ചിന്താഗതിയുള്ള, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന ആളുകളെ നിങ്ങൾ ആകർഷിക്കാൻ തുടങ്ങും. കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നതുപോലെ നിങ്ങളുടെ പുതിയ പോസിറ്റീവ് ഊർജം അതേ ഊർജമുള്ള ആളുകളെ നിങ്ങളിലേക്ക് അടുപ്പിക്കും. പഴയ ചെങ്ങാതിമാരെ നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് സങ്കടം തോന്നില്ല. കാരണം പുതിയ ബന്ധങ്ങൾ നിങ്ങൾക്ക് അതിലും വലിയ സന്തോഷവും സംതൃപ്തിയും നൽകും. നാലാമതായി, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അവസരങ്ങൾ ഒഴുകിയെത്താൻ തുടങ്ങും. ഇതും ഒരു മാജിക് അല്ല. നിങ്ങളുടെ മനസ്സ് വ്യക്തവും ഊർജ്ജസ്വലവുമാകുമ്പോൾ നിങ്ങൾ ചുറ്റുമുള്ള അവസരങ്ങളെ കാണാൻ തുടങ്ങും. മുൻപ് നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ കണ്ടാതെ പോയ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് കാണാം. ഒരു പുതിയ ജോലി, ഒരു പുതിയ ബിസിനസ് ആശയം, ഒരു പുതിയ ഹോബി, ഒരു പുതിയ യാത്ര. സാധ്യതകൾ അനന്തമാണ്. അലങ്കോലങ്ങൾക്കിടയിൽ നമുക്കൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ എല്ലാം വൃത്തിയായിരിക്കുമ്പോൾ ഒളിഞ്ഞ നിധി പോലും നമ്മുടെ കണ്ണിൽപ്പെടും. ഈ 3 ശുദ്ധീകരണങ്ങളും ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതിനൊരു കാരണമുണ്ട്. ഒരിക്കൽ നിങ്ങൾ ഈ വലിയ ശുദ്ധീകരണം നടത്തിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാൻഡേർഡ് സ്ഥാപിക്കപ്പെടും. നിങ്ങൾക്ക് പിന്നെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. ഉദാഹരണത്തിന്, ഒരിക്കൽ നിങ്ങൾ അനാവശ്യ സാധനങ്ങളെല്ലാം ഒഴിവാക്കി നിങ്ങളുടെ മുറി മനോഹരമാക്കിയാൽ പിന്നീട് ആരെങ്കിലും അവിടെ ഒരു പഴയ സാധനം കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും. നിങ്ങളത് ഉടൻ തന്നെ മാറ്റും. അതുപോലെ ഒരിക്കൽ നിങ്ങളുടെ മനസ്സ് ശാന്തവും വ്യക്തവുമായാൽ പിന്നീടൊരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നിങ്ങൾക്കതിനെ തിരിച്ചറിയാനും ഒഴിവാക്കാനും കഴിയും. ഒരിക്കൽ നിങ്ങൾ ആരോഗ്യകരമായ ബന്ധങ്ങളുടെ സുഖമറിഞ്ഞാൽ പിന്നീടൊരു വിഷലിപ്തമായ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കവരെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അകറ്റി നിർത്താനും കഴിയും. ഇതൊരു ജീവിത ശൈലിയായി മാറും. തുടക്കത്തിൽ ബോധപൂർവം ചെയ്യേണ്ടി വരുമെങ്കിലും പിന്നീടത് നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭാഗമാകും. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതുപോലെ മനസ്സും ബന്ധങ്ങളും വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ പഠിക്കും. എന്നാൽ ആ വലിയ ആദ്യത്തെ ശുദ്ധീകരണം വളരെ പ്രധാനമാണ്. ഒരു വലിയ കാട് വെട്ടിത്തെളിച്ച് കൃഷിഭൂമിയാക്കുന്നത് പോലെയാണത്. അതിന് വലിയ പ്രയത്നം വേണം. എന്നാൽ ഒരിക്കൽ അത് ചെയ്താൽ പിന്നെ ചെറിയ കളകൾ പറിച്ചു മാറ്റിയാൽ മതി. ഇനി നിങ്ങൾ ചോദിക്കേക്കാം, ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണം? എന്റെ ഉത്തരം ലളിതമാണ്. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ശുദ്ധീകരണത്തിൽ നിന്ന് തുടങ്ങുക. ചിലർക്ക് അവരുടെ മുറി വൃത്തിയാക്കുന്നതാവാം എളുപ്പം. അവർക്കവിടെ നിന്ന് തുടങ്ങാം. മറ്റു ചിലർക്ക് ഒരു നോട്ട്ബുക്ക് എടുത്ത് മനസ്സിലെ വിഷമങ്ങൾ എഴുതി തള്ളുന്നതാവാം എളുപ്പം. അവർക്ക് മാനസിക ശുദ്ധീകരണത്തിൽ നിന്ന് തുടങ്ങാം. മറ്റു ചിലർക്ക് ഒരു ഫോൺ വിളിച്ച് ഒരു വിഷബന്ധം അവസാനിപ്പിക്കുന്നതാവാം പ്രധാനം. ഏതിൽ തുടങ്ങിയാലും പ്രശ്നമില്ല. ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കും. മുറി വൃത്തിയാക്കുമ്പോൾ മനസ്സ് തെളിയും. മനസ്സ് തെളിയുമ്പോൾ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തോന്നും. എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് നാളത്തേക്ക് മാറ്റിവെക്കരുത്. കാരണം ഓരോ ദിവസവും നിങ്ങൾ ഈ ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങളുടെ ഊർജം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതം വളരെ ചെറുതാണ്. അത് ഭാരങ്ങൾ ചുമന്ന് തീർക്കാനുള്ളതല്ല, അത് പറന്നുയരാനുള്ളതാണ്. ഒരു ബലൂൺ മുകളിലേക്ക് ഉയരണമെങ്കിൽ അതിൽ കെട്ടിയിരിക്കുന്ന ഭാരമുള്ള കല്ലുകൾ അഴിച്ചുമാറ്റണം. നമ്മുടെ ജീവിതവും അതുപോലെയാണ്. നമ്മുടെ പഴയ വേദനകളും ആവശ്യമില്ലാത്ത വസ്തുക്കളും വിഷലിപ്തമായ ബന്ധങ്ങളും ആ കല്ലുകളാണ്. ആ കല്ലുകൾ അഴിച്ചുമാറ്റാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ആദ്യമൊക്കെ ഇത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കരച്ചിൽ വരും, ചിലപ്പോൾ കുറ്റബോധം തോന്നും, ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും. എന്നാൽ ഓർക്കുക, ഏതൊരു വലിയ മാറ്റത്തിനു മുൻപ് ഒരു ചെറിയ കൊടുങ്കാറ്റുണ്ടാകും. ആ കൊടുങ്കാറ്റിനെ നിങ്ങൾ അതിജീവിക്കണം. അത് കഴിഞ്ഞ് തെളിയുന്ന ആകാശം അതിമനോഹരമായിരിക്കും. നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന സമാധാനത്തിനും സന്തോഷത്തിനും സ്വാതന്ത്ര്യത്തിനും മുന്നിൽ ഈ ചെറിയ വേദനകളൊന്നുമല്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവച്ച ഈ 3 ശുദ്ധീകരണങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ്. അതിന്റെ ഫലം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്ര ആധികാരികമായി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത്. ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ച സിദ്ധാന്തമല്ല,
ഇത് ജീവിച്ചറിഞ്ഞ സത്യമാണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ. നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, പഴയ ഭാരങ്ങളല്ലാതെ. എന്നാൽ നിങ്ങൾക്ക് നേടാനോ ഒരു പുതിയ ജീവിതം തന്നെയുണ്ട്. ഓർക്കുക, നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റാരുടെയും കയ്യിലല്ല, അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ആ താക്കോൽ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യമില്ലാത്ത വാതിലുകൾ അടയ്ക്കാനും പുതിയ വാതിലുകൾ തുറക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ മനസ്സൊരു തെളിഞ്ഞ ആകാശം പോലെയും നിങ്ങളുടെ വീടൊരു ക്ഷേത്രം പോലെയും നിങ്ങളുടെ ബന്ധങ്ങൾ ഒരു പൂന്തോട്ടം പോലെയും മനോഹരമാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. ഒരുപക്ഷേ അവരും ഇതുപോലുള്ള ഭാരങ്ങൾ ചുമന്നുണ്ടാവാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വിലപ്പെട്ടതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ജീവിതയാത്രയിൽ നിങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഒരുപാട് വിഷയങ്ങളുമായി ഞാൻ വീണ്ടും വരും. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. സ്നേഹത്തോടെ വിട.